CPI ബന്ധമുപേക്ഷിച്ച് CC മുകുന്ദൻ ഒടുവിൽ കൈയൊഴിഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. അഭയം തേടി BJP ക്യാമ്പിലേക്ക് മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവ്. മുകുന്ദനെ മുന്നിൽ നിർത്തി നാട്ടികയിൽ അട്ടിമറി സൃഷ്ടിക്കാനൊരുങ്ങി BJP നേതൃത്വം. ഒടുവിൽ CC മുകുന്ദനെ കോൺഗ്രസും കൈയൊഴിഞ്ഞു. ഗത്യന്തരമില്ലാതെ മുൻ CPI നേതാവ് BJPയിൽ അഭയം തേടി. ആസന്നമായ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് തൃശൂരിലെ നാട്ടികയിൽ അരങ്ങേറുന്നത്. സിറ്റിംഗ് MLA ആയ CC മുകുന്ദൻ CPI നേതൃത്വവുമായി അകന്നാണ് ഇക്കുറി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ LDF ബന്ധം ഉപേക്ഷിക്കാൻ മുകുന്ദന് കരുത്തായത് കോൺഗ്രസ് നേതൃത്വം നൽകിയ പരോക്ഷ പിന്തുണയായിരുന്നു. ആദ്യം സ്വതന്ത്രനായി മത്സരിക്കാനെത്തിയ മുകുന്ദൻ പിന്നീട് UDFന്റെ പിന്തുണ നേടിയെടുക്കാനാണ് ശ്രമിച്ചത്. ഇതിനുവേണ്ടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്താനായി മുകുന്ദൻ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മുകുന്ദനെതിരെ തിരിഞ്ഞതോടെ UDF പിന്തുണ എന്ന സ്വപ്നം പാളിപ്പോവുകയും ചെയ്തു. CPIയെ വെല്ലുവിളിച്ച മുകുന്ദനെ ഇനി ഇടതുപക്ഷത്തേക്ക് മടങ്ങി വരാനാവില്ല. ആശ നൽകിയ കോൺഗ്രസ് ആകട്ടെ അവസാന നിമിഷം കൈയൊഴിയുകയും ചെയ്തു. ഒടുവിൽ മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴാണ് ആ മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ താമരത്തണലിൽ അഭയം തേടേണ്ടി വന്നത്. തൃശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചു. നാട്ടികയിൽ മുകുന്ദനെ NDA സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നാണ് വ്യക്തമായ സൂചനകൾ. അതല്ലെങ്കിൽ NDAയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. സിറ്റിംഗ് MLA ആയിരുന്ന CC മുകുന്ദൻ തനിക്ക് വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹം ഉയർത്തിയിരുന്നുവെങ്കിലും നേതൃത്വം അത് അംഗീകരിച്ചില്ല. നാട്ടികയിലെയും ചേർപ്പിലെയും പ്രാദേശിക CPI കമ്മിറ്റികൾ CC മുകുന്ദനെ വീണ്ടും പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട് കൈക്കൊള്ളുകയും തൃശൂർ ജില്ലാ നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി CPI കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് മുകുന്ദൻ CPI ബന്ധം ഉപേക്ഷിച്ചതും സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,431 വോട്ടിനാണ് CC മുകുന്ദൻ UDFിലെ സുനിൽ ലാലൂരിനെ പരാജയപ്പെടുത്തിയത്. NDAക്ക് അന്ന് 33,716 വോട്ടാണ് ലഭിച്ചത്. ഉറച്ച BJP വോട്ടുകൾക്കൊപ്പം അസംതൃപ്ത CPI വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ മുകുന്ദനിലൂടെ നാട്ടിക മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ തവണ UDFിന് വേണ്ടി മത്സരിച്ച സുനിൽ ലാലൂരാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി. CC മുകുന്ദൻ എതിർ സ്ഥാനാർത്ഥിയായി വരിക കൂടി ചെയ്താൽ പോരാട്ടം കടുക്കും. മുൻപ് ഇടത് സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ഇക്കുറി കാവി പുതച്ചാണെന്ന് മാത്രം. അധികാര കസേരകൾക്ക് വേണ്ടി പ്രത്യയശാസ്ത്ര ദർശനങ്ങളിൽ വെള്ളം ചേർത്ത് രംഗത്തെത്തുന്ന മുകുന്ദന്റെ അവസരവാദ രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടികയിലെ ഇടതുമുന്നണി പ്രവർത്തകർ ഇപ്പോൾ.